തരട്ടെ. ഈ പകലത്തെ ധ്യാനത്തിനായി ദൈവസഭയ്ക്കൊരാലോചന നൽകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 24, 25, 26 വാക്യങ്ങളിൽ നിന്ന് നാം ധ്യാനത്തിനായിട്ട് എടുക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വേദഭാഗം. എല്ലാവരും വിസ്മയം പൂണ്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി. അവരൊരുപോലെ പറഞ്ഞൊരു വാക്കാണ്, ഇന്ന് നാം ഒരപൂർവ കാര്യങ്ങളെ കണ്ടു. സ്തോത്രം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ കർത്താവിൻ്റെ ആത്മാവ് ഈ സഭായോഗത്തിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരു സന്ദേശം. കർത്താവ് ഇന്ന് ആർക്കൊക്കെയോ ചിലർക്ക് വേണ്ടി ഇതുവരെയും ചെയ്യാത്ത ചിലത്, അപൂർവ കാര്യം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് പകൽ ചെയ്യാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവർ വാഗ്ദത്ത വചനത്തെ വിശ്വസിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം ചെയ്യുന്നതിനെ ആത്മാവിൽ കാണാൻ കഴിയണം. ആ ദൈവത്തിന് ഇന്ന് പകൽ മഹത്വം കൊടുക്കണം. പ്രിയ പിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഈ ആലയത്തിലും യൂട്യൂബിലും ലൈവിലും ഈ ആരാധന ശ്രദ്ധിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം നീ അറിയുന്നത് കൊണ്ട് സ്തോത്രം. ഏത് ആവശ്യങ്ങളുടെ മുൻപിൽ നിന്റെ മക്കളായിരിക്കുന്നോ അവിടെ തിരുമഹത്വം വെളിപ്പെടണമേ. ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത വിധത്തിലൊരു ദൈവമഹത്വം ഇവിടെ വെളിപ്പെടുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ യേശു കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അപൂർവമായ കാര്യങ്ങളാണ്. താൻ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും കർത്താവ് തൻ്റെ മഹത്വമാണ് അവിടെയെല്ലാം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കൽ കർത്താവ് വിശന്ന് വഴി പോകുമ്പോൾ ഇലകളാൽ നിറഞ്ഞൊരു അത്തിയെ കണ്ടു. അതിൽ ഫലമുണ്ട് എന്ന് വിചാരിച്ച കർത്താവ് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, ഇലയല്ലാതെ ഫലം ഒന്നും കാണാകയാൽ കർത്താവ് എന്ത് ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ അതിനെ ശപിച്ചു. അടുത്ത ദിവസം നടന്നൊരു സംഭവം എഴുതിയേക്കുന്നത്, ശിഷ്യന്മാരെ അമ്പരന്ന് പോയി. എന്താ അമ്പരക്കാൻ കാര്യം? ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു അത്ഭുതം അവരുടെ കൺമുമ്പിൽ കാണുക. ആ കാണുന്ന അത്ഭുതം ഇതാണ്, അത്തി ഉണങ്ങി നിൽക്കുന്നൊരു കാഴ്ച. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. സ്വർഗത്തിലെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവൻ തൻ്റെ മഹത്വത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തുകയും അതിന്മേൽ തൻ്റെ കരം വെളിപ്പെടുത്തുകയും ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. കർത്താവ് ദൈവത്വത്തിൽ അവൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. അപ്പോൾ തന്നെ മനുഷ്യത്വത്തിൽ അവൻ ചിലയിടത്തൊക്കെ കരഞ്ഞിട്ടുമുണ്ട്. കർത്താവിൻ്റെ ദൈവത്വം എന്ന് പറയുന്നത് അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ, മനുഷ്യത്വം എന്ന് പറയുന്നത് വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, സങ്കടപ്പെടുന്ന, ആകുല ചിന്തപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന നിന്റെ അവസ്ഥ കണ്ട് അവൻ കരയുകയും ചെയ്യുന്ന കർത്താവാ. വീണ്ടും നമ്മൾ കാണുന്ന ഒരു വിധവയെ കണ്ടിട്ട്, അവളുടെ സാഹചര്യം കണ്ടിട്ട് മനസ്സലിയുന്നൊരു കർത്താവ്. ഇന്ന് പകൽ കർത്താവ് നമ്മെ നല്ലതുപോലെ അറിയുന്നവനാണ്.
അവൻ തന്റെ മഹത്വം മറ്റാർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത, വിട്ടുകൊടുക്കാത്ത തന്റെ മഹത്വത്തിന്റെ കരത്തിന്റെ വല്ലഭത്വത്തെ നമുക്കായി വെളിപ്പെടുത്തുന്ന യേശു കർത്താവ് ഈ ആരാധനയുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ ഒരു കാര്യം പറഞ്ഞു തുടങ്ങട്ടെ. നിന്റെ ഹൃദയത്തിന്റെ, നിന്റെ വ്യക്തിപരമായ വിഷയങ്ങളാകട്ടെ, കുടുംബത്തിന്റെ വിഷയമാകട്ടെ, സഭയുടെ വിഷയമാകട്ടെ, ഏത് വിഷയമായാലും അത്ഭുതം ചെയ്യുന്ന യേശു കർത്താവ് ഇന്ന് പകലും വിശ്വസ്തനായി അവൻ നമ്മുടെ നടുവിലുള്ള കർത്താവാണ്. ഒരു കാര്യം നാം ഏറ്റെടുക്കാൻ തയ്യാറായാൽ മതി. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നാം മുറുകെ പിടിക്കാൻ തയ്യാറായാൽ മതി. മോശയുടെ കാലഘട്ടം നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലെ കാഴ്ച അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മുൻപോട്ട് വന്ന ജനവുമായി ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുക. എല്ലാ വിധത്തിലും പ്രതികൂലം നിറഞ്ഞ സാഹചര്യത്തിൽ മിസ്രൈമിലെ 10 അത്ഭുതങ്ങൾ കണ്ട ജനമാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെങ്കിലും ചെങ്കടലിൻ്റെ തീരത്ത് പ്രതികൂലം നിറഞ്ഞ സാഹചര്യത്തിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ വല്ലാതെ പതറി നിൽക്കുമ്പോൾ, ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത, ആയുസ്സിൽ അവരറിഞ്ഞിട്ടില്ലാത്ത ഒരത്ഭുതമാണ് ആ ചെങ്കടലിന്റെ തീരത്ത് നടക്കുന്നത്. കരകവിഞ്ഞൊഴുകുന്ന പ്രതികൂലം നിറഞ്ഞ ഏത് സാഹചര്യത്തിന്റെ നടുവിലും പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, അസാധ്യമെന്ന് നിനക്ക് തോന്നുന്ന ഏത് വിഷയങ്ങളുടെ നടുവിലും ഇന്നും ആ മോശയുടെ ദൈവം നാം ഇന്ന് പാടിയതുപോലെ അവൻ ചെങ്കടലിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഈ ആരാധനയുടെ നടുവിലും നമുക്കായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപൂർവ കാര്യമാണ് അവിടെ സംഭവിച്ചത്. കണ്ടു നിൽക്കുന്നവർ അത്ഭുതപ്പെട്ടു പോകുന്ന, മിസ്രൈമിൽ ആമേൻ ശത്രുക്കളെ മുഴുവൻ പുറകെ വന്ന ഫറവോനെയും കൂട്ടരെയും ചെങ്കടലിൽ തള്ളിയിട്ട് തന്റെ ജനത്തെ ഉണങ്ങിയ നിലത്തൂടെ അക്കര നടത്തിയ സർവശക്തനായ ദൈവം. സ്തോത്രം, സ്തോത്രം. ഈ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ 3 പ്രധാനപ്പെട്ട ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നമ്മൾ കാണുന്നത് 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെയാ. അവിടെ കാണുന്നത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തൊരു പടക്, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച ഒരു പറ്റം സഹോദരങ്ങൾ, രക്തത്താൽ ജയം, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. അവിടേക്കാണ് എൻ്റെ കർത്താവ് കടന്നു ചെല്ലുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, ജീവിതത്തിൽ നിരാശയോടെ, ഭാരത്തോടെ, ഒഴിഞ്ഞ പടകും ഒഴിഞ്ഞ വലയുമായി കടന്നു പോകാൻ തുടങ്ങിയ ആ ദാസന്മാർക്ക്, ആ സഹോദരങ്ങൾക്ക്, ആ പ്രിയപ്പെട്ടവർക്ക് അവരുടെ പടകിനെ നിറച്ച്, അവരുടെ വലയെ നിറച്ച് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന യേശുവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. 12-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ കാൽക്കൽ കവിണ് വീഴുകയാണ്. രക്തത്താൽ ജയം. ഒരു കുഷ്ഠരോഗിയും ഒരാളെ തൊടാൻ അനുവാദമില്ല. ഒരു കുഷ്ഠരോഗിക്കും പൊതുവേദിയിൽ ഇറങ്ങി സഞ്ചരിക്കാൻ പ്രമാണമില്ല. പക്ഷേ ഈ മനുഷ്യൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവനാ. അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് കവിണ് വീഴുമ്പോൾ യേശു കർത്താവ് അവനെ തൊട്ട് സൗഖ്യമാക്കുന്ന രംഗമാണ് നമുക്ക് ആ 16 വരെയുള്ള വാക്യത്തിൽ കാണുന്നത്. 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം തുടങ്ങുമ്പോൾ, പക്ഷപാതം പിടിച്ചൊരു മനുഷ്യനെ 4 ആൾ ചുമന്ന് യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക. യേശുവും ശിഷ്യന്മാരും ഉണ്ടെന്നറിഞ്ഞ് ആ ഭവനത്തിലേക്ക് യേശു കർത്താവിനെ കൊണ്ടുവരുന്ന രംഗമാ. സ്തോത്രം. ആ 4 ആൾ ചുമന്നു വന്ന ആ മനുഷ്യന് വേണ്ടി ഇതുവരെയും ചെയ്യാത്തൊരത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ മുൻപോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ലാത്ത ഏതൊരു സാഹചര്യത്തിന്റെ നടുവിലും നീ ആയിരിക്കുന്നോ അവിടെ ഇറങ്ങി വരാനും
അത്ഭുതം പ്രവർത്തിക്കാനും അവന്റെ പൊന്നുകരം നീട്ടാനും അവൻ വിശ്വസ്തനായ ദൈവമാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ കഴിവുള്ള ദൈവത്തിന് ആ കൈ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യോ. അപൂർവങ്ങളായ ചിലത് കർത്താവ് എപ്പോഴും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ദൈവാത്മാവ് ഈ വചനം ധ്യാനിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ദൈവസഭയാം കുടുംബങ്ങളുടെ ഉൾത്തടത്തിൽ നാളുകളായി നീക്കമില്ലാത്ത, പരിഹാരമില്ലാത്ത, മുൻപോട്ട് പോകാത്ത ചില വിഷയങ്ങളുടെ മുൻപിലാണ് നീ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഈ ആരാധന മധ്യത്തിൽ നിന്നോടുള്ള സന്ദേശമായിട്ട് അറിയിക്കുക. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ സമാധാന പ്രഭുവാണ്, അവൻ കരുതുന്നവനായ ദൈവമാണ്. അവന്റെ പ്രവർത്തികളെ ആഴത്തിൽ അറിയുവാൻ ഒരു ദൈവ പൈതൽ തയ്യാറായാൽ മാത്രം മതി. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിയമങ്ങളെ ആഴത്തിൽ വിശ്വസിച്ച് അതിന്മേൽ സ്തോത്രം ചെയ്ത് ഒരു ദൈവ പൈതൽ മുന്നേറുമ്പോൾ ദൈവം എന്നും അത്ഭുതം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു വലിയ കാഴ്ച കാണാം. 10-ാം അധ്യായത്തിലെ സംഭവം ആ പ്രാരംഭമായി നമ്മൾ വായിച്ചു വരുമ്പോൾ ഇസ്രായേലിന് നേരിടുന്ന അതിഭീകരമായ യുദ്ധങ്ങൾ. ആമേൻ. ആ യുദ്ധത്തിൽ പരാജയം വാതിക്കൽ വന്ന് നിൽക്കുക. പരാജയത്തിന്റെ അറ്റത്ത് വന്ന് നിന്നപ്പോൾ ദൈവത്തിന്റെ തിരുമഹത്വത്തെ വെളിപ്പെടുത്താൻ ആ യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. രക്തം ജയം. ഇന്ന് പകൽക്കാലം ആ ദൈവം കഥയല്ലിത്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഇന്ന് പകൽക്കാലവും അത്ഭുതം ചെയ്യാൻ അവൻ എഴുന്നള്ളി വന്നിട്ടുള്ളവനാ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. എല്ലാ ദൈവമക്കളും വളരെ പ്രാർത്ഥിക്കണം. ദൈവകൃപയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല ഇരുളിന്റെ മണ്ഡലങ്ങളുടെ മേലും ഇന്ന് പകൽക്കാലം ഒരു ആത്മീയ വിടുതൽ ഇവിടെ വെളിപ്പെടാനുണ്ട്. വ്യക്തിമണ്ഡലങ്ങളിൽ, കുടുംബങ്ങളിൽ വെളിപ്പെടേണ്ട വിടുതലിനെ തടയുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്നത്തെ ആരാധന മുമ്പിൽ തകരപ്പെടുവാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ വചനം വിശ്വസിച്ച് ഇന്ന് രാവിലെ ഈ വചനം ഒരു പ്രാവശ്യം കൂടെ ധ്യാനിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഓർപ്പിച്ചു, ഇതുവരെയും ആർക്കും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ ഇതിനു മുൻപും ഇതിന് പിൻപും, അതിനു മുൻപും അതിന് പിൻപും. ഓ യേശുവിന്റെ നാമത്തില് ധാരാശികന ഉടയ റഗന ഹദല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അതിനു മുൻപും അതിന് പിൻപും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ രക്തത്താൽ ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത, ഇതിനു മുൻപ് ഒരിക്കലും നടന്നിട്ടില്ലാത്ത, ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളെ ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്യുമെന്ന് യേശുവിന്റെ നാമത്തിൽ. നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയം, നീ കരയുന്ന ചില വിഷയം, നീ ഉപവസിക്കുന്ന ചില വിഷയം, ഓ യോശുവയുടെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം, ജീവനുള്ള ദൈവം, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പകൽക്കാലം ജഡത്തിന്റെ മണ്ഡലങ്ങൾ തകരപ്പെട്ട് ആത്മാവിന്റെ അധികാരം ഈ ആലയത്തിൽ വെളിപ്പെടട്ടെ. ചില കുടുംബങ്ങളെ ഒതുക്കി വെക്കുന്ന, ചില നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന, ചില വാഗ്ദത്തങ്ങളെ മണ്ണ് വാരിയിട്ട് മൂടുന്ന പോലെ മൂടിക്കളയുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജയമെടുത്താട്ടെ. അക്ഷകരാജലധിരകര അടകര ഘടക. ഒരു പുതിയ അധ്യായം, ഒരു പുതിയ ചരിത്രം, ഒരു പുതിയ സാക്ഷ്യം, ഒരു പുതിയ പദ്ധതി. യെസ്,
കുടാരാബ റിഗമാന അർദ്ധരാജ ഭൈഡാമാന അർദ്ധരാജ സീതാരാജ അന്തരജാല ക്ഷീകന ഘടക അതര ഘടക ദിവന ഘടക റിഗന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എനിക്കിന്ന് രാവിലെ ആ വചനം വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയൊരു വചനം അവിടെയുണ്ട്. ആ ദിവസം പോലെ ഒരു ദിവസം, അതിന് മുൻപും. ആ വാക്യം എല്ലാവരുടെ ഹൃദയത്തിനകത്ത് വീഴുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ ദിവസം പോലെ ഒരു ദിവസം. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? സൂര്യ, നീ ഗിബയോനിലും, ചന്ദ്ര, നീ അയ്യലോൻ താഴ്വരയിൽ നിൽക്ക എന്ന് ഒരു സാധാരണക്കാരൻ വിളിച്ചു പറഞ്ഞപ്പോൾ സംഭവിച്ച അത്ഭുതം. ഇന്ന് പകൽ അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിന്റെ പൈതലെ, നിന്റെ കുടുംബത്തിന്റെ നേരെ ശത്രു ജയമുയർത്താൻ കാത്തിരിക്കുമ്പോൾ അഭിഷേകത്തിന്റെ അധികാരത്താൽ ചില മണ്ഡലത്തെ ജയിച്ച് ജയം പ്രാപിക്കേണ്ട നിന്നെ തല കുനിപ്പിക്കുമെന്ന് വാദിക്കുന്ന ഇരുളിന്റെ ശക്തിക്കെതിരെ ആത്മാവിൽ പോരാടാൻ ഷാരാ ഹദര ഹദല അടക റഗന ഹദല ഹഡക റീബജാല ഹസ്തന അർദ്ധരാജക ശന്തരാജന അർദ്ധുരാജല ഷൈഡരാധികാര യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. ന്യായപ്രമാണം എല്ലാ കാലഘട്ടത്തിലും വിലക്കുകളുടെ മുൻപിലാണ്. കുഷ്ഠരോഗിയായ മനുഷ്യനെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ ഓർപ്പിച്ചു, പാളയത്തിന് പുറത്തിറങ്ങാൻ അവന് പ്രമാണമില്ല. എവിടെയെങ്കിലും ഒരു പാളയത്തിൽ അവനെ കൊണ്ട്, കുഷ്ഠരോഗികളെ പാർപ്പിക്കുന്ന പാളയത്തിൽ അവനെ ഒതുക്കിയിടണം. പക്ഷേ എല്ലാ പ്രമാണങ്ങളെയും അതിലംഘിച്ചൊരുത്തൻ ഇറങ്ങി വന്നിരിക്കുക. ഇവനാരുടെയും കണ്ണിപ്പെടാതെ എങ്ങനെ പുറത്തു വന്നെന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇവനെങ്ങനെ പുറത്തു വന്നേ? ഇവനൊരൊറ്റ കാര്യമേ ഉള്ളൂ, എന്തായാലും മരണമാണ്, എന്തായാലും മരണമാണ്. പുറത്തു പോയി മരണം കൈവരിച്ചാലും വേണ്ടില്ല, അകത്ത് കിടന്നിങ്ങനെ വേദനപ്പെടാൻ വയ്യ. അവൻ യേശു വരുന്നെന്നുള്ള വസ്തുത കേട്ട് അവൻ ആരുടെയൊക്കെയോ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മറഞ്ഞ് യേശുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക. ഇന്ന് പകൽ യേശു കർത്താവിൻ്റെ അടുത്തേക്കാണ് നീ വന്നിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം നിനക്കുണ്ടെങ്കിൽ, നിയമങ്ങൾക്ക് മീതെ, അധികാരികൾക്ക് മീതെ, രാജാക്കന്മാർക്ക് മീതെ, എല്ലാറ്റിനും മീതെ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ്റെ കരം, എല്ലാ നിയമങ്ങൾക്കും മീതെ ഇറങ്ങി വരുന്നവന്റെ കരം, എല്ലാ നിയമങ്ങൾക്കും മീതെ ചലിക്കുന്നവന്റെ കരം. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനെ 2-3 കാര്യം ഗ്രഹിപ്പിച്ചു. മനുഷ്യ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അവസരങ്ങൾ ഒത്തിരി ഉണ്ടാകാറുണ്ട്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് തന്നെ പാപനിമിത്തം മനുഷ്യൻ ഒറ്റപ്പെടും, പിന്മാറ്റം നിമിത്തം മനുഷ്യൻ ഒറ്റപ്പെടും, രോഗം നിമിത്തം മനുഷ്യൻ ഒറ്റപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? പാപം നിമിത്തം ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യം കാണുന്ന വേറെ ആരുമല്ല, ഒരു രാജാവാ, ഉസിയാവ്. സ്തോത്രം. പുരോഹിതന്മാരും ആത്മീക ശുശ്രൂഷാ വൃന്ദങ്ങളും 80 പേര് ഒരുപോലെ വിലക്കി. അരുത്. രാജാവാ, എല്ലാ അധികാരമുണ്ട്, പക്ഷെ എല്ലായിടത്തും അത് ഉപയോഗിക്കരുത്. വല്ല പിടിയും കിട്ടുന്നുണ്ടോ? സ്തോത്രം. രാജാവാ, അധികാരമെല്ലാം ഉണ്ട്, പക്ഷെ ആത്മീക തലത്തിൽ നീ കൈകടത്തരുത്. 80 പുരോഹിതന്മാർ ഒരുപോലെ വിലക്കി, ധിക്കരിച്ച് മുമ്പോട്ട് പോയി, എന്ന് ശുശ്രൂഷ ചെയ്തു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ വിലക്ക് അറിയാൻ മുതിർന്നവർ വിലക്കിയാലും, പ്രായമുള്ളവർ വിലക്കിയാലും, സഭ വിലക്കിയാലും, സ്നേഹിതർ വിലക്കിയാലും, പരിശുദ്ധാത്മാവ് വിലക്കിയാലും തിരിച്ചറിയാൻ പറ്റണം. ചിലപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ വിലക്കും. ആ വിലക്കിനെ തിരിച്ചറിയാൻ പറ്റിയ ഭാഗ്യമാണ്. വിലക്ക് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റണം. നിയോഗത്തെയും വിലക്കിനെ ഒരുപോലെ തിരിച്ചറിയണം. ചിലപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് നിയോഗം തരും, ചിലപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് വിലക്കുകയും ചെയ്യും. ഇതൊക്കെ വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ 80 പുരോഹിതന്മാർ ഒരുമിച്ച് വിലക്കി. ആ വിലക്കിനെ അതിലംഘിച്ച് മുമ്പോട്ട് പോയി. പരിണിത ഫലം ഈ പോകാൻ കാര്യം എന്നാണെന്നറിയാവോ? 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം 16-ാം വാക്യം, അതൊന്ന് വായിക്കും, നല്ലതാ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം
16 വാക്യം. ഒന്നുകൂടെ വായിച്ച്. സ്തോത്രം. എന്നാൽ അവൻ ഇന്നലെയൊക്കെ ബാലനായിരുന്നു, നാളാരായി? ബലവാനായി, അധികാരം കയ്യിലുണ്ട്, രാജാവാ. ഇന്നലെ വളരെ താഴ്ചയിലായിരുന്നു. ദൈവമക്കളെ, താഴ്ചയിൽ നിന്ന് ഉയർത്തിയ ദൈവത്തെ മറക്കല്ലേ. ഞാൻ എപ്പോഴും ദൈവമക്കളോട് പറയും, ഇന്നലകൾ മറക്കാതിരുന്ന ജീവിതത്തിൻ്റെ ഭാഗ്യമാണ്. ഇന്നിനായിട്ട് സ്തോത്രം ചെയ്തു, നടത്തിയതും ഉയർത്തിയതും പരിപാലിച്ചതും നന്മ തന്നതും വീട് തന്നതും കാറ് തന്നതും എല്ലാറ്റിനും സ്തോത്രം. പക്ഷെ ഇന്നലകൾ ഉണ്ടായിരുന്നു. ഈ ഇന്നലകളെ മറന്നു പോകരുത്. ഇവിടെ ഒരു മനുഷ്യൻ ഇന്നിൻ്റെ അഹങ്കാരം അകത്ത് കയറി ഇന്നലകളെ മറന്നുപോയി. എന്നിട്ട് സംഭവിച്ച എന്നാന്നറിയാമോ? ബലവാനായി. ബലവാനായാൽ സ്വയം തോന്നിയ പിന്നെ അതെല്ലായിടത്തും അങ്ങനെ. ആത്മീയ തലത്തിലും അതാ. സംതിങ് ഞാനാണെന്ന് തോന്നിപ്പോയോ? എനിക്ക് കൃപയുണ്ട്, ഞാൻ ആത്മാവുണ്ട്, എനിക്ക് പ്രവചനമുണ്ട്, എനിക്ക് ശുശ്രൂഷയുണ്ട്. ചിലരങ്ങനെ ആത്മീയ കുളത്തിൽ വല്ലാത്തൊരു ശല്യമാണ് ഇത്. പിന്നെ ആര് വിലക്കിയാലും നിൽക്കുകയില്ല. അത് ഏതാത്മാവിന് അധീനമാണെന്ന് ഞാൻ പറയുന്നില്ല. വിശുദ്ധ വേദപുസ്തകം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ മനുഷ്യനെ വിലക്കാവുന്നവർ, ഒന്നിച്ച് പിടിക്കാവുന്നവർ, എൻ്റെ ചിന്തയിലാണേ, വട്ടം പിടിച്ചു കാണും. യജമാനെ അരുത്, കയറരുത്, ചെയ്യരുത്, തൊടരുത്. സ്തോത്രം. ആരാ എന്നെ വിലക്കാനുള്ളേ? ആരാ എന്നെ ശാസിക്കാനുള്ളേ? ഈ മനുഷ്യന്റെ മേൽ വന്ന് ഭവിച്ച വേദപുസ്തകം പറയുന്ന നെഗളം വന്നെന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ. അവൻ ബലവാനായപ്പോൾ. ദൈവമക്കളെ, പ്രാർത്ഥിക്കണേ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണേ. അറിയത്തിൽ ഇത് വന്ന് കയറുന്ന എതിലെയാണെന്ന്. നെഗളമുള്ള ഹൃദയമെന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ വളരെ സൂക്ഷ്മമായി പഠിച്ചാൽ ഇതിൻ്റെ റൂട്ട് ശ്രദ്ധിച്ചാൽ വന്ന വഴി ഓർക്കണം. ഈ നെഗളം വന്ന വഴി. സ്തോത്രം. അതുകൊണ്ട് ഈ നെഗളം വലിയ ആപത്തുണ്ടാക്കും. അഹങ്കാരവുമായി വലിയ കണക്ഷനായി ഇതിന്. ഇത് പിടിച്ചാൽ കിട്ടുന്ന ഒന്നല്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണേ, ഈ നെഗളം, ഈ അഹങ്കാരം, അതിൻ്റെ മേൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ കരം. പിന്നെ നമ്മൾ വായിക്കുന്നത് പരിണിത ഫലം പുറത്തിറങ്ങിയത് എങ്ങനെയാ? ഞാൻ വേദപുസ്തകത്തിൽ സസൂക്ഷ്മം ശ്രദ്ധിച്ചു. കുഷ്ഠരോഗിയായ പലരെക്കുറിച്ച് വേദപുസ്തകത്തിലുണ്ട്. പക്ഷെ നെറ്റിമേൽ കുഷ്ഠം വന്നെന്ന് രണ്ടാമതൊരാളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എവിടാ നീ കയറിയേ? എന്തുവാ നീ തൊട്ടത്? എവിടെയാ നീ കൈകടത്തുന്നത്? ആരെയാ നീ ധിക്കരിക്കുന്നത്? എതിലെയാ നീ സഞ്ചരിക്കുന്നത്? രക്തത്താൽ ജയം. ദൈവം പരസ്യക്കോലമാക്കിയാൽ പിന്നെ ആർക്കും മറയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. ദൈവസഭയെ മറച്ചോ, ദൈവജനത്തെ മറച്ചോ, ഭാര്യയെ മറച്ചോ, ഭർത്താവിനെ മറച്ചോ, അപ്പനെ മറച്ചോ, മക്കളെ മറച്ചോ കുറെ കാലമൊക്കെ ഓടാൻ പറ്റും. ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, ദൈവം പരസ്യക്കോലമാക്കിയാൽ പിന്നെ മൂടാൻ പറ്റത്തില്ല. ഓടി നടന്നൊരു മനുഷ്യൻ വേദപുസ്തകത്തിലുണ്ട്. പുള്ളിയുടെ പേര് നയമാനെന്നാണ്. ആരും അറിയാതെ മാക്സിമം കവർ ചെയ്ത ആളാണ്. എന്നെ പോലെ നല്ല കോളർ ഉടുപ്പൊക്കെ ഇട്ട്, മാക്സിമം കൈയുള്ള ഉടുപ്പൊക്കെ ഇട്ട്, മറയ്ക്കപ്പെട്ടവനായി സൂക്ഷിക്കപ്പെട്ട് യാത്ര ചെയ്തു. കാരണം ആളിൻ്റെ പൊസിഷൻ അനുസരിച്ച് ആരും അറിയാൻ പാടില്ല. പക്ഷെ കൃപയുള്ള കൊച്ചിന് പിടികിട്ടി. ഒത്തിരി കൃപാവരമൊന്നും വേണ്ട, ചെറിയൊരു കൃപയുണ്ട്, ചിലതൊക്കെ മനസ്സിലാവും. മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യുക. പിന്നെ ആ കൊച്ചിൻ്റെ പൊസിഷനും നിലവാരവും അനുസരിച്ച് കയറി പറയാൻ പറ്റിയല്ലോ അച്ചായ, പറ്റുമോ? ഇതിവിടെ എങ്ങനെ വന്നേക്കുന്ന സ്തോത്രം. ഇതിനൊത്തിരി ലിമിറ്റേഷനുള്ള കൊച്ചാ. പക്ഷേ അകത്തൊരു നൊമ്പരം ഉണ്ടായിരുന്നു.
ആ വീട്ടിൽ കയറിയപ്പോൾ തൊട്ട് അകത്തൊരു നൊമ്പരമായി. രക്തത്താൽ ജയം. ദൈവസഭയ്ക്കകത്ത് നൊമ്പരമുള്ള, വെളിപ്പാടുള്ള, ദർശനമുള്ള ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ചിലത് കാണുമ്പോൾ നൊമ്പരമുള്ള ഹൃദയം. പാട്ടാക്കാനല്ല, നാട്ടിൽ പാട്ടാക്കാനല്ലത്, പുറത്തിറങ്ങി പറയാനല്ലത്, ആ 4 പേരുടെ ചെവി കൊടുക്കാനല്ലത്. വിഷയം കാണുമ്പോൾ അകത്തളങ്ങളിൽ ഞരങ്ങുന്ന ചിലരെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യിക്കാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഈ പട്ടണത്തിൽ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട ഹെബ്രോൻ സഭയാണ്. ഈ പട്ടണത്തിൽ ഒരു കിരീടമായിരിക്കേണ്ട സഭയാണിത്. ഈ പട്ടണത്തിൽ ഒരു മുദ്രാമോതിരമായി ഇരിക്കേണ്ട സഭയാണിത്. ഇതിൻ്റെ നടുവിൽ ചിലത് പാളിച്ച കാണുമ്പോൾ, വീഴ്ച കാണുമ്പോൾ, ചില പരാജയം കാണുമ്പോൾ കരയുന്ന ചിലർ എഴുന്നേൽക്കട്ടെ. എല്ലാവരും കാണുക, എല്ലാവരും കാണുക. കുഷ്ഠം പൊങ്ങിയെന്ന് എഴുതിയ 19-ാം വാക്യത്തിൽ അങ്ങനെ കൊടുത്തേക്കുന്നല്ലേ. ഓ 80 പേര് നിൽക്കുക. 80 പേരും കാണുക. എൻ്റെ പൊന്നച്ചനെ തിരിച്ചിറങ്ങുന്ന ഇറക്കം ഒന്ന് ഓർത്തി. തിരിച്ചിറങ്ങുന്ന ഇറക്കം. ദൈവവൈതലേ, കർത്താവ് നിന്നെ ശാസിക്കുമ്പോൾ ആ ശാസന നീ തലയ്ക്ക് എണ്ണയായിട്ട് കരുതണം. കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നീ വിറയ്ക്കണം. സ്തോത്രം, ഹല്ലേലൂയ. വേഗം സമയം പോകുന്നല്ലോ. ഈ സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലെ ഒരു വ്യക്തി ജീവിതമാ മിരിയാം. 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പുള്ളിക്കാരത്തിൻ്റെ പ്രശ്നം എന്നാണെന്നറിയോ? ഈ പുള്ളിക്കാരത്തിൻ്റെ പ്രശ്നം നാത്തൂൻ്റെ കുറ്റം പറച്ചില്ല. സ്തോത്രം പറയണേ. ഞാൻ ഇങ്ങോട്ടാ നോക്കുന്നുള്ളൂ. ഇവിടെ നോക്കിയാലേ നാത്തൂനെന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നം വരത്തുള്ളൂ. ഇടം വല്ലം തിരിഞ്ഞ വലിയ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ കളറില്ലെന്നാ. നാത്തൂന് നമ്മുടെ ഒപ്പം ഇറങ്ങിപ്പോയാൽ കളറില്ല. കളറാണ് നിന്റെ പ്രശ്നമെങ്കിൽ കളറ് കൊണ്ട് ദൈവം നിന്നെ തൊടും. രക്തത്താൽ ജയം. കളറാ കംപ്ലൈൻറ്റ്. കളറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് കൊച്ചമ്മയെ തൊട്ടതും കളറല്ല, എല്ലാവർക്കും ഇല്ലാത്ത കളറും കൊടുത്തു. സ്തോത്രം, 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 സ്തോത്രം. വേറെ ആർക്കും ഇല്ലാത്തൊരു കളറ്, വീട്ടിൽ ആർക്കും കിട്ടാത്തൊരു കളറ്. ഞാൻ ഒത്തിരി വിവരിക്കാൻ നിൽക്കുന്നില്ല. ഒരു കാര്യം ഓർത്തോണേ, ഭയപ്പെടുന്നത് അനുഗ്രഹമാണ്. ദൈവത്തിന് കീഴടങ്ങാൻ നമ്മുടെ ഹൃദയങ്ങളെ ശീലിപ്പിക്കുക. വചനത്തിന് കീഴടങ്ങാൻ നമ്മുടെ മനസ്സിനോട് പറ. മോനെ, ഇതിൻ്റെ ഫീഡ്ബാക്ക് കുറയുന്നു. ദൈവത്തിനും വചനത്തിനും കീഴടങ്ങി ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മുടെ ഹൃദയം സമർപ്പിക്കപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ. ഞാൻ ആ ഭാഗത്ത് നിന്നാൽ സമയം മുൻപോട്ട് പോകുമല്ലോ. ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറ, കർത്താവേ, എവിടെയാണ് മടങ്ങി വരേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, 2-ാമത്തെ ഭാഗം പിന്മാറ്റം ഒറ്റപ്പെടുത്തലിനൊരു കാരണമാണ്. പിന്മാറ്റം എവിടാ? നേരെ പോയാൽ മതി. രൂത്തിൻ്റെ പുസ്തകത്തിൽ ഒരു കുടുംബത്തെ കാണാം. പിന്മാറ്റം, പിന്മാറ്റം. ഒറ്റപ്പെട്ടു പോയൊരു കുടുംബം. എല്ലാ വിധത്തിലും ഒറ്റപ്പെട്ടു. ഭാര്യയും ഭർത്താവും താൽക്കാലിക നേട്ടത്തിനു വേണ്ടി ബേത്ലഹേമിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ഒരു പിന്മാറ്റക്കാരൻ്റെ ഒറ്റപ്പെടലിൻ്റെ കുടുംബചിത്രം കാണണമെങ്കിൽ രൂത്തിൻ്റെ പുസ്തകം എടുത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. എവിടം വരെ ഒറ്റപ്പെട്ടെന്നറിയാവോ? ആ സഹോദരി ഏകയാകുന്നിടം വരെ ഒറ്റപ്പെട്ടു. ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിഞ്ഞോണം, പിന്മാറ്റം നിന്നെ ഒറ്റയ്ക്കാക്കി കളയും. പക്ഷെ നീ അനുദപിച്ച് ദൈവസന്നിധിയിൽ അടുത്ത് എന്നാൽ ആ അമ്മയുടെ ജീവിതം ഒരു ചിത്രം കാണിക്കുന്നുണ്ട്. അവൾ അവിടെ നെടുമ്പാട് വീണ് ദൈവമുഖം അന്വേഷിച്ചതുകൊണ്ട് അവളെ ദൈവം ഓർത്തു. ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നീ മടങ്ങി വന്ന് ദൈവപാദപീഠത്തിങ്കിലേക്ക് നീ അടുത്ത് എന്ന് ദൈവകൃപയിലേക്ക് തന്നെത്താൻ ചേർത്ത് വയ്ക്കാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മളെ ആഴമായി ശീലിപ്പിക്കട്ടെ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഞാൻ 3-ാമത് ഓർപ്പിച്ചൊരു ഭാഗം രോഗമാണ്. രോഗം.
സ്തോത്രം. 102-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചാട്ടെ. 103-ാം സങ്കീർത്തനം. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും. പാപം ക്ഷമിക്കുന്നവനും രോഗം സൗഖ്യമാക്കുന്നവനുമായ ഒരു പൊന്നു കർത്താവ്. രക്തത്താൽ ജയം. പാപം ക്ഷമിക്കുന്നവനും രോഗം. എൻ്റെ ദൈവമേ, നമ്മുടെ സഭകളൊക്കെ IPCയിൽ എത്രയോ വർഷം രോഗശാന്തിയെ വിശ്വസിച്ച് നിന്നു. സ്തോത്രം. രോഗശാന്തി ഒരു പ്രധാന സബ്ജക്റ്റായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ഇടയിൽ. മുണ്ടിപ്പള്ളി ചാക്കോച്ചായൻ, പാസ്റ്റർ MV ചാക്കോ, അദ്ദേഹം ഞങ്ങളുടെ കല്യാണം നടത്തിയത്. മുണ്ടിപ്പള്ളി അപ്പച്ചൻ പറയുന്ന ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നപ്പം, രക്ഷിക്കപ്പെടുന്ന ആ സമയങ്ങളിലൊക്കെ വീട്ടിൽ പഴയ കാലം, ഇന്നത്തെ പോലെ മെഡിക്കൽ കോളേജുകളില്ല, ഇന്നത്തെ പോലെ മെഡിക്കൽ സംവിധാനങ്ങളില്ല. ഒരു വലിയ കുപ്പിക്കകത്ത് ഓർമ്മയുണ്ടല്ലോ, റോസ് മരുന്ന്. എല്ലാ ക്യാൻസറിന് എന്നാലും, അൾസറിന് എന്നാലും, പനിക്ക് എന്നാലും, തലവേദനയ്ക്ക് എന്നാലും, ഹാർട്ട് പേഷ്യൻ്റായിട്ട് എന്നാൽ ഈ സാധനമേ ഉള്ളൂ. സ്തോത്രം. പക്ഷേ അച്ചായ അത് ഗുണമുള്ളതായിരുന്നു കേട്ടോ. കുടിച്ച എല്ലാവരും മിക്കവാറും സൗഖ്യമായിട്ടുണ്ട്. എൻ്റെ പൊന്നച്ഛനെ ഇപ്പോൾ ചെന്ന് പോയ തലവേദനയാന്ന് പറഞ്ഞാൽ മതി, ഒരു 7,000 രൂപയുടെ ബില്ലടിച്ച് ആദ്യം തന്നെ തരും കയ്യിൽ. സകല പരിപാടി, സ്കാനിങ് തുടങ്ങി സകല ചെക്കപ്പും കഴിഞ്ഞ് പരിപാടിയും കഴിഞ്ഞ് ഇറക്കി വിടത്തുള്ളൂ. പോട്ടെ. അപ്പോൾ ഈ മുണ്ടിപ്പള്ളി അപ്പച്ചൻ പറഞ്ഞു, വിശ്വാസത്താലുള്ള രോഗശാന്തി അന്നത്തെ ഒരു പ്രധാന വിഷയമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വരും ആദ്യം ചെയ്യുന്നതിനാണെന്നറിയാമോ? പഴയ വീട്, പണ്ടത്തെ വീടിനെല്ലാം മൂലപ്പലകകളുണ്ട്. അന്നത്തെ കബോർഡ് അതാ. അതിനകത്ത് മുഴുവൻ കുപ്പികളാണ്. എന്തിനാന്നുള്ളതാ? ആളാം പ്രതി ഓരോരുത്തർക്കുള്ള മരുന്നാണ്. രക്ഷിക്കപ്പെട്ട് കൃപയിലേക്ക് വന്നപ്പോഴത്തേനെ ഈ മരുന്ന് കുപ്പി എടുത്ത് കമത്തി അതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ചു വെച്ചെന്ന്. കാരണം ഇനി ഈ കുപ്പിയും കൊണ്ട് ആശുപത്രി പോകരുത്. എന്തൊരു വിശ്വാസമായിരുന്നു ഓർത്തേ. എന്നിട്ട് അടുത്ത വാക്കിൽ അപ്പച്ചൻ പറഞ്ഞ കേൾക്കണോ? എൻ്റെ മക്കളെ, ഇന്നത്തെ തലമുറ മണ്ണെണ്ണ കുപ്പി കഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. സ്വോത്രം ഗ്രഹിക്കണേ. ഇന്നത്തെ തലമുറയെല്ലാം മണ്ണെണ്ണ കുപ്പി. ഞാൻ ഉൾപ്പെടെയാണ് കേട്ടോ, എന്നെ ഒഴിവാക്കിയിട്ടില്ല. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ കർത്താവ് ഭോഷ്ക്ക് പറയാത്തവനാ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ കർത്താവാ. അവൻ പാപം മാത്രം ക്ഷമിക്കുന്നവനല്ല, അവൻ എല്ലാ രോഗത്തിനും നല്ല വൈദ്യനാ. അവൻ എല്ലാ രോഗത്തിനും നല്ല വൈദ്യനാ. ഇന്ന് പകൽ ഒരു അപൂർവ കാര്യം. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. മോനെ, അതിൻ്റെ എന്തോ നഷ്ടപ്പെട്ടു, സ്വീറ്റ്നസ്. ഒരപൂർവ കാര്യം ചെയ്യാൻ എൻ്റെ കർത്താവ് ഇന്ന് പകൽ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത, ഇതുവരെയും നടന്നിട്ടില്ലാത്ത, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു അപൂർവ കാര്യം. അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന 5-ാം അധ്യായം. ഒരു പ്രാവശ്യം കൂടെ ആ വാക്യത്തിലേക്ക് വേഗം വരാം, വായിക്കാം പെട്ടെന്ന്. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് ഉടനെ അവർ കാണുക അവൻ എഴുന്നേറ്റു. സ്തോത്രം. അടുത്ത വാക്യം. എല്ലാവരും വിസ്മയം പൂണ്ടു. കർത്താവ് ഈ രോഗികളെ സൗഖ്യമാക്കുമ്പോൾ സാധാരണ പറയുന്ന ഒരു പദം കൂടെ ഉണ്ട് കേട്ടോ. കർത്താവ് എപ്പോഴും പറയും, ഇനി പാപം ചെയ്യരുത്. ഏത് രോഗികളെ സൗഖ്യമാക്കുമ്പോഴും കർത്താവ് ഉപയോഗിക്കുന്ന ഒരു പദമാണ്, ഇനി പാപം ചെയ്യരുത്. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മളോട് പറയണം, ഇനി പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്. ഇന്നലെ വരെ ചെയ്തതിരിക്കട്ടെ, ഇന്നലെ വരെ പറഞ്ഞതിരിക്കട്ടെ, ഇന്നലെ വരെ കണ്ടതിരിക്കട്ടെ, നീ നിന്നോട് തന്നെ പറഞ്ഞ് ജയിക്കണം. ഇനി പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്. എന്തിനാ? കർത്താവിന് നിന്നെ ഒരു വിസ്മയ വിഷയമാക്കാൻ പോവുക. എല്ലാവരും കണ്ട്
വിസ്മയം പൂണ്ടു. വിസ്മയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിശയം. കണ്ടിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാത്തത്, അമ്പരപ്പിക്കുന്നത്. ഈ മൈക്ക് വേണ്ട പണി, ഞാനത് മാറ്റി. ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരത്ഭുതം എന്റെ കർത്താവ് ചെയ്യാൻ ശക്തനാ. ഒരു കാര്യം ചെയ്യാൻ തയ്യാറായാൽ മതി, അവന്റെ വാഗ്ദത്ത വചനം നീ വിശ്വസിക്കാൻ തയ്യാറായാൽ മതി. ഞാൻ ഒരു കാര്യം ദൈവസഭയോട് പറയാം, അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടുള്ള ഒരൊറ്റ ദൈവമക്കളിൽ ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. അവൻ ആർക്കും വേണ്ടി ചെയ്യാത്ത, ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ഒരത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാ. നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ നടന്നതല്ല, ഇന്നലകളിൽ സംഭവിച്ചതല്ല, ഇന്നലകളിൽ പോയതല്ല, അതിനപ്പുറത്തായി ഒരത്ഭുതത്തെ ചെയ്യാൻ എന്റെ കർത്താവ് വിശ്വസ്തനാ. അവന്റെ വാഗ്ദത്തം നീ വിശ്വസിക്കുക, അവന്റെ വചനം നീ മുറുകെ പിടിക്കുക. അവൻ ആർക്കും കടക്കാരനല്ല. ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് വരുന്നവരെ കർത്താവ് കാണുക. ഇന്ന് പകൽക്കാലം ചുമക്കാൻ ചിലരെ കർത്താവിന് ആവശ്യമുണ്ടെന്ന് ദൈവാത്മാവ് ആ വചനഭാഗത്തോട് ഓർപ്പിക്കുക. സ്തോത്രം. ചില വിഷയങ്ങൾ ഏറ്റെടുക്കാൻ പുറകിൽ ചിലരാവശ്യമുണ്ട്. ഒന്നിച്ചേറ്റെടുക്കാൻ ചിലരുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്ന അവന്റെ കരം കുറുകാത്തതാ. വിശ്വസിക്കുന്ന ദൈവമക്കളോട് പറയും, ഈ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ചെറുതല്ല കേട്ടോ. സ്തോത്രം. ആമേൻ. ചിലരൊക്കെ ധരിക്കുന്ന ആരും പ്രാർത്ഥിക്കത്തില്ലെന്നല്ല ദൈവമക്കളെ. പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട് ഇവിടെ, പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കൾ ഉണ്ട്. അവരുള്ളത് കൊണ്ടാണ് നാം നിൽക്കുന്നത്. ഞാൻ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. നാലാൾ ചുമന്നു വരുന്ന ഈ മനുഷ്യനോട് കർത്താവിനാണ് മനസ്സലിവ്. കർത്താവ് മനസ്സലിവിന്റെ കർത്താവാ. ഞാൻ നേരത്തെ പറഞ്ഞു, അവൻ അത്ഭുതങ്ങളുടെ ദൈവം മാത്രമായി അവസാനിക്കുകയല്ല, അവൻ ഇന്നും മനസ്സലിവുള്ളവനാ, അവൻ ഇന്നും പ്രവർത്തിക്കുന്നവനാ. അവന്റെ വാഗ്ദത്തം ഏതൊരു ദൈവത്തിന്റെ പൈതൽ വിശ്വസിക്കാൻ തയ്യാറാകുമോ അവർക്ക് വേണ്ടി അവൻ ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നവനാ. സ്തോത്രം. യേശു കർത്താവ് ഈ മനുഷ്യനെ കണ്ട് മനസ്സലിഞ്ഞ് അവന് വേണ്ടി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ആ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ കാഴ്ചക്കാരമ്പരന്നു, കേട്ടുനിന്നവരെ. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ഹൃദ്യസ്ഥമായിട്ട് ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ചു. വ്യക്തിപരമായി നീറുന്ന, വ്യക്തിപരമായി പറയാത്ത, ഒരുപക്ഷെ പൊതുസഭയുടെ മുൻപിൽ പ്രസ്താവിക്കാത്ത, മറ്റൊരാളിനോടും പറയാത്ത ചില നീറ്റലുകൾ, വേദനകൾ നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ ഉണ്ടെങ്കിൽ ഈ 2024 ആണ്ട് ഈ 9-ാം മാസം രക്തം ചെയ്യും, 8-ാം മാസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്ന ചില അത്ഭുതങ്ങളെ രക്തത്താൽ വിശ്വസിക്കാൻ നീ തയ്യാറായാൽ, വിശ്വസിച്ച് ഏറ്റെടുക്കാൻ നീ തയ്യാറായാൽ, ചില വിധിയെഴുത്തുകളെ മായിക്കുന്ന, ചില രേഖകളെ മായിക്കുന്ന, ചില നുകക്കയറുകളെ ഒടിക്കുന്ന ദൈവശക്തിയുടെ ആഴങ്ങൾ കുടുംബാന്തരീക്ഷങ്ങളിൽ, വ്യക്തിപരമായ മണ്ഡലങ്ങളിൽ നിന്നെ ഒതുക്കിക്കളയാൻ വ്യാപരിക്കുന്ന ഇരുളിന്റെ വ്യാപാര മണ്ഡലങ്ങളെ കണ്ട് നീ ക്ഷീണിച്ചു പോകരുത്. ഓ ദൈവത്തിന്റെ മഹത്വത്തിന്റെ കരം, ദൈവത്തിന്റെ മഹത്വത്തിന്റെ കരം, അതിനെ മറയ്ക്കുന്ന ചില പോരുകൾ, അതിനെ മറയ്ക്കുന്ന ചില ശക്തികൾ. അതാണ് ഈ യോശുവ കണ്ടത്. യോശുവയ്ക്ക് മനസ്സിലായി അതിവേഗത്തിൽ ഇരുട്ട് വരാൻ പോകുക. ഇരുട്ട് വന്നാൽ ഈ യുദ്ധത്തിൽ ജയം കൈവരിക്കാൻ പറ്റത്തില്ല. ആ ഇരുളിനെ തടയണമെങ്കിൽ സൂര്യൻ അവിടെ നിന്നേ മതിയാവും. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ വ്യക്തിമണ്ഡലങ്ങളോടും കുടുംബങ്ങളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ നിയോഗത്തോടെ ഞാൻ പറയട്ടെ, ചില ഇരുട്ടിന്റെ ശക്തികളുടെ ഉത്ഭവസ്ഥാനങ്ങളെ അവിടെ തടയാൻ ഒരഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിട്ടുണ്ട്. രക്തത്താൽ ജയം, രക്തത്താൽ.
കാരണം യേശു കർത്താവ് വെളിച്ചമാ, നാം വെളിച്ചത്തിന്റെ മക്കളാ. നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് വെളിച്ചത്തിന്റെ ആത്മാവാ. സ്തോത്രം. റിഗാല ഷഗന ശുശ്രൂഷ തലങ്ങളിൽ കയറിപ്പോകാൻ കഴിയാതെ ഒതുക്കി നിൽക്കുന്ന ചില മണ്ഡലങ്ങൾ, വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാപിക്കേണ്ട നന്മകൾ പ്രാപിപ്പാൻ കഴിയാതെ ശത്രു തടഞ്ഞു വെക്കുന്ന ചില പോരുകൾ, അവിടെയെല്ലാം ജയം തരുന്ന എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കരം. സ്തോത്രം. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന എൻ്റെ കർത്താവ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ ആ വലിപ്പത്തെ ആത്മാവിൽ തിരിച്ചറിയാൻ ദൈവമക്കൾക്ക് കഴിയട്ടെ. എല്ലാ കണ്ണുകളെയും അടച്ചാട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപൂർവമായ ചില കാര്യങ്ങൾ, വിസ്മയമായ ചില കാര്യങ്ങൾ, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തം ജയം, രക്തം ജയം. അധികാരത്തോടെ വിശ്വാസത്തോടെ ഇന്ന് പകൽ പ്രഖ്യാപിച്ച് ഒരു ജയം ദൈവസഭ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകളായി നിന്റെ തലയെ കുനിപ്പിക്കാൻ, നിന്റെ കുടുംബത്തെ മുൻപോട്ട് വിടാതെ ഒതുക്കിക്കളയുന്ന ചില മണ്ഡലങ്ങളിൽ നിന്ന് സഭ ഒരുമിച്ച് ചേർത്ത് പിടിച്ച്, നാലാൾ ചേർന്ന് ഒരുവനെ എടുത്ത പോലെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചൂടാരാബാന കരമടിച്ച് ആത്മാവിലൊന്ന് ആരാധിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ചില നുകക്കയർ ഒടിയട്ടെ. In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. ഉഡാരാജ വസ്താമാന അർദ്ധരാജ ശീതാരാജ അല്ലക്കട രഗച്ഛസിയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുകയാണ്. ഈ ആരാധനയുടെ മധ്യത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ചില നുകങ്ങളെ തകർക്കുന്നത്, ചില പോരുകളെ ശാസിക്കുന്നത്, ചില വെല്ലുവിളികളെ അമർച്ച ചെയ്യുന്നത്, നിനക്കെതിരെ എഴുതിയ ചില രേഖകളെ ഇന്ന് പകൽ മായിക്കുന്നത്. രക്തം ജയം, 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 രക്തം ജയം. അല്പസമയം ഒന്ന് ആരാധിച്ചാട്ടെ. ചില നുകക്കയറുകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലിനെ തടയുന്ന, നന്മകളെ തടയുന്ന, വാഗ്ദത്തങ്ങളെ തടയുന്ന, ആത്മപകർച്ചയെ തടയുന്ന എത്ര വർഷം പഴക്കമുള്ളതായാലും, എത്ര നാളുകൾ പിന്നിട്ടതായാലും, എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ തന്നെ ഈ ആരാധനയുടെ നടുവിൽ ഒരത്ഭുതം ചെയ്യുന്ന പകല. ഇനി ആ ശാപം നിന്നെ തുടരാതെ, ഇനി ആ വെല്ലുവിളി നിന്നെ ഒതുക്കാതെ, ഇനി ആ പോരാട്ടം നിന്നെ തടയാതെ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയാൽ ചില വിടുതൽ വെളിപ്പെടട്ടെ. ദൈവശക്തിയാൽ ചില വിടുതൽ വെളിപ്പെടട്ടെ. ദൈവവചനത്താൽ ചില വിടുതൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. നാം ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്.